മോളെ, ഞാന് മ്യൂസിയത്തിൽ പുല്ല് കൊടുക്കുന്ന ഒരു സ്ത്രീയാണ്. ഞാന് പുല്ലും കഴിഞ്ഞിട്ട് പണിയും കഴിഞ്ഞ് വരുന്നതാണ്. ഈ അമ്മമാരെയും അച്ഛന്മാരെയും വളരെ അച്ഛനും അമ്മയും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പെൺമക്കള് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കാൻ പാടില്ല. ഞങ്ങളുടെ കാലത്ത് ഒരു ഭർത്താവ് ഒരു പയ്യൻ ഒരു പെണ്ണ് കാണാൻ വന്നാൽ ഞങ്ങളുടെ സഹോദരന്മാരും അമ്മാച്ചന്മാരും പിടിച്ച് വലിച്ചെളുത്താണ് കൊണ്ട് കാണും. ഇപ്പോൾ ഉള്ള മക്കൾക്ക് അങ്ങനെയല്ല. അവരെല്ലാം ഒരുക്കി വെച്ചിട്ടാണ് എല്ലാം ഒരുങ്ങുന്നത്. അച്ഛൻ്റെ അമ്മയുടെയും പറയുന്നത്. ഇത് ആൺകുട്ടികൾ തീട്ടം കാണുന്ന ചവിട്ടും കുളം കാണത്ത് കഴുകും ആണുങ്ങളാവുമ്പോ. അത് പെണ്ണുങ്ങൾ ചെവി കൊടുക്കേണ്ട ആവശ്യമില്ല. കൂട്ടത്ത് പഠിക്കുന്ന കൊച്ചുങ്ങൾ തന്നെയും അത് പഠിക്കേണ്ട രീതിയിൽ പെൺപിള്ളേർ പഠിച്ചെടുത്ത് മാനമായിട്ട് നിന്ന് അടങ്ങി ഒതുങ്ങി പഠിച്ചിട്ട് അവരെന്തെങ്കിലും നേരം പോക്ക് പറഞ്ഞ സഹോദര, ഞാൻ നിന്നെ എന്റെ സഹോദരനെ പോലെ കണ്ടിരിക്കുകയാണ്, എനിക്ക് ആൺ സഹോദരമില്ല, ഞാൻ നിന്നെ അതേ രീതി കാണുകയാണ്, അതുകൊണ്ട് സഹോദരൻ എന്നെ ഒഴിവാക്കി വിടണം. അതല്ല അതിൽ മറുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും കൊണ്ട് നിർത്തി, അല്ലെങ്കിൽ സ്കൂളിൽ കോളേജ് പോകുമ്പോൾ കോളേജ് സാറിനെ വിളിച്ച് സാറേ ഒന്ന് പറഞ്ഞു വിലക്കണം, ഞാനിങ്ങനെ ഒഴുകയാണ്, എന്നെ ഒഴിവ് താമസിക്കാതെ എന്നെ ശല്യപ്പെടുത്തുകയാണ് എന്ന് പറയുമ്പോൾ അവർ തീർച്ചയായിട്ടും അവർ മാറും. നമ്മളെ പെണ്ണുങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആണുങ്ങളെ കുറ്റം പറയാൻ പാടില്ല ഒരിക്കലും. ആണുങ്ങൾ തീട്ടം കാണിച്ച് അവിട്ടും കുളം കാണിച്ച് കഴുകും. അത് അർജന്റാണ്. അത് പെണ്ണുങ്ങള് മാനം മറച്ചുള്ള ഡ്രസ് തന്നെ ധരിക്കണം. നല്ല ഇറുക്കമുള്ള ഡ്രസ്സുകളുടെ ശോഭന. 17 നമ്പര് കുതിരയിലായിട്ട് പുല്ല് കൊടുക്കുന്നു. പോലീസ് കുതിരയ്ക്ക് മുമ്പിലും മ്യൂസിയത്തും പുല്ല് കൊടുക്കുന്നു. എനിക്കും 2 പെൺമക്കളുണ്ട്. എന്റെ മക്കളെയും ഈ രീതിയിൽ ഞാൻ പഠിപ്പിച്ച് തന്നെ ഓരോരുത്തന്മാരെ മുമ്പിൽ വിട്ടത്. അതുകൊണ്ട് ചെല്ല മക്കളെ ആൺപിള്ളേരെ കുറ്റം പറയേണ്ട ആവശ്യം. അമ്മമാരും അച്ഛന്മാരും വളരെ ശ്രദ്ധിക്കണം. TV ഇടാൻ പാടില്ല. TV ഇടണം. പഠിക്കണ മക്കളാണെങ്കിൽ ആവശ്യത്തിന് നല്ല അമ്മയും അച്ഛനും കാണത്തക്ക രീതിയിലിരുന്ന് TV ഇടണം. ഉടനെ ഓഫാക്കണം, ഉടനെ മാറണം, ഉടനെ ഓഫാക്കി വെച്ച് ചെന്ന് കിടക്കണടി, സമയങ്ങളായി, നിങ്ങൾക്ക് ഇത്ര മണിക്ക് കഴിക്കാനുള്ളത്. അമ്മയുടെ അച്ഛന്റെ ശ്രദ്ധ കുറവാണ് ഈ പെൺമക്കൾ വഷളാവുന്നത്. വരണ വഴിയില് സമയം നോക്കി വെക്കണം. പോണ വഴി സ്കൂളിൽ പോകുമ്പോഴും സമയം നോക്കണം, വരണവും സമയം നോക്കണം, വരണം സമയം നോക്കണം. നോക്കി തന്നെ അമ്മമാരും അച്ഛന്മാരും ശ്രദ്ധ കുറവാണ് ഈ പെൺമക്കളെ ചീത്തയാവണത്. അല്ല വേറെ ഒരു കാരണവശാലെയും പെൺപിള്ളേരെയും പറയാൻ പാടില്ല. പെൺമക്കൾക്ക് കണക്കായ ഡ്രസ്സുകൾ വാങ്ങിച്ചു കൊടുക്കണം. റോഡാണ്, മാനമായിട്ടുള്ള ഡ്രസ്സുകളും കൊടുത്ത് മാനമായിട്ടുള്ള രീതിയിൽ നടത്തി റോട്ടെ നടക്കാനും പഠിക്കാനും വിടാണ്ടതാണെന്ന് ഞാൻ പറയുന്നു. ഇത്രയും പറഞ്ഞ് ഞാൻ ചുരുക്കുന്നു.